Yo, Me. what's up guys? Welcome back to my YouTube channel. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് സപ്ലിമെൻറ്റ്സ് എന്തിനാണ്? സപ്ലിമെൻറ്റ് ജസ്റ്റ് ഒരു പുതിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണോ? അത് നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുമോ? അത് എന്തിനാണ് എടുക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു അറിവ് തരാനുണ്ട്. വാട്ട് ഈസ് സപ്ലിമെൻ്റ് എന്ന് ചോദിച്ചാൽ, നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടാത്ത ന്യൂട്രീഷൻ ഗ്യാപ്പ് അത് ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സപ്ലിമെൻറ്റ്സ്. അത് പിൽസിലുണ്ട്, ഗുളിക ആ ഒരു ഫോമിലുണ്ട്, പൗഡറിലുണ്ട്, ലിക്വിഡിലുണ്ട്, അങ്ങനെ പല രീതിയിൽ ആ സാധനമുണ്ട്. ഇത് നമ്മുടെ ബോഡി എഫക്റ്റ് ചെയ്യുന്നത്. മെയിൻ 3 points. The first one is stay for the last one, and the first one is എല്ലാവർക്കും സപ്ലിമെൻറ്റിൻ്റെ ആവശ്യമില്ല. കാരണം ഒരു നോർമൽ ജിമ്മിൽ പോകുന്ന ആൾക്ക് സപ്ലിമെൻറ്റിൻ്റെ ആവശ്യമില്ല. കാരണം അവർ വലിയൊക്കെ ബോഡി ബിൽഡ് ചെയ്യാനോ ട്രൈങ് ടു ബി ഫിറ്റ്, സോ അവർക്കൊരു സപ്ലിമെൻറ്റിൻ്റെ ആവശ്യമില്ല. നോർമൽ നമ്മുടെ ഹോൾ ഫുഡ്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ ഇത്. അപ്പം നമുക്ക് നോർമൽ ആൾക്ക് ഇത് സപ്ലിമെൻറ്റിൻ്റെ ഒരു ആവശ്യമില്ല. ആസ് ഫോർ സമ്മൺ ഗോയിങ് ടു ജിം ഓർ അവർക്ക് നല്ലൊരു ഫിസിക്ക് ബിൽഡ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ സപ്ലിമെൻ്റ് എടുക്കാം. കാരണം നമുക്ക് എപ്പോഴും ഫുഡിൽ നിന്ന് കറക്റ്റ് ഫുഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇതുമില്ല, നമുക്കത് അറിയത്തുമില്ല. അപ്പോൾ ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ആ ഒരു ദിവസത്തേക്കുള്ള സപ്ലിമെൻറ്റിൻ്റെയും കൂടെ ഫുള്ളാവുന്നത്. അങ്ങനെയാണ് സപ്ലിമെൻറ്റ് എടുക്കുന്നത് തന്നെ. നോട്ട് എവ്രി വൺ നീഡ്സ് ടു കൺസ്യൂം സപ്ലിമെൻറ്റ്. നമുക്ക് ഹോൾ ഫുഡിൽ തന്നെ കിട്ടുന്നൊരു സാധനമാണ്. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് ഈസ് സപ്ലിമെൻറ്റ്സ് ഹാവ് പ്രൂവൻ ഇറ്റ്സ് ബെനിഫിറ്റ്സ്. ശരീരത്തെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഓവർ യൂസ്, അത് ഏത് സപ്ലിമെൻ്റ് ആണെങ്കിലും എന്തുവാണെങ്കിലും ഓവറായിട്ട് യൂസ് ചെയ്താൽ നമ്മുടെ ശരീരത്തെ അത് ബാധിക്കും നോർമലി. ബട്ട് സപ്ലിമെൻറ്റ്സ് ഹാവ് പ്രൂവൻ ഇറ്റ്സ് ബെനിഫിറ്റ്സ്. ഈസ് ഓഫ് യൂസ്. നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടാത്ത ആ ഒരു ഭാഗം, ആ ഒരു പ്രോട്ടീൻ ഇൻടേക്ക് നമുക്കൊരു സ്കൂപ്പിൽ നിന്ന് കിട്ടും. വൈറ്റമിൻ ഡി പിൽസ് ഉണ്ട്, അത് നമ്മുടെ ബോൺ ഹെൽത്തിനെ, ഇമ്മ്യൂണിറ്റിയെ സഹായിക്കുന്നതാണ്. B12 ഉണ്ട്, ബൂസ്റ്റ് എനർജി, ബ്രെയിൻ ഫങ്ഷനെ ഹെൽപ്പ് ചെയ്യും. BCAAs ഉണ്ട്, നമ്മുടെ മസിൽ റിക്കവർ ചെയ്യാൻ പെട്ടെന്ന് സഹായിക്കുകയും നമ്മുടെ സോർനെസ്, വർക്കൗട്ട് ചെയ്തതിനുള്ള ആ സോർനെസ് മാറാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന സാധനങ്ങൾ. പ്രോട്ടീൻ പൗഡറിനകത്തുള്ള പ്രോട്ടീൻ്റെ അംശം നമുക്കൊരു ഫുഡിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും അതിനൊരു ഫുഡ് നമുക്ക് പെട്ടെന്ന് ഒപ്പിക്കാനും നമുക്ക് പാടാണ്. എല്ലാ ദിവസവും ബീഫും കോഴിയും മുട്ടയും മീനും ഒക്കെ എല്ലാ ദിവസവും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്നതാണ് പ്രോട്ടീൻ പൗഡർ. നാച്ചുറൽ സപ്ലിമെൻറ്റ്സ് ലൈക്ക് അശ്വഗന്ധ ഉണ്ട്, പിന്നെ omega-3 ഉണ്ട്. അതായത് ഞാൻ ഫിഷ് കഴിക്കാറില്ല, അപ്പോൾ ഞാൻ കൺസ്യൂം ചെയ്യുന്ന omega-3 ആണ്. അങ്ങനെ എപ്പോഴും കഴിക്കാറൊന്നുമില്ല, വല്ലപ്പോഴും ഒക്കെ കഴിച്ചാലേ ഉള്ളൂ. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് സപ്ലിമെൻറ്റ്സ് ആർ നോട്ട് റീപ്ലേസ്മെൻറ്റ് ഫോർ എ ഹെൽത്തി ഡയറ്റ്. ദാറ്റ്സ് ദ തേർഡ് പോയിന്റ്. നമുക്ക് ഹോൾ ഫുഡിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസും ഹോൾ ഫുഡിൽ നിന്ന് കിട്ടുന്ന ഫൈബർ, ഫാറ്റ്, ഇതൊന്നും നമുക്ക് സപ്ലിമെൻറ്റ്സിലൂടെയോ അല്ലെങ്കിൽ എന്താ പറയുക ഈ പ്രോട്ടീൻ പൗഡറിലൂടെ നമുക്ക് കിട്ടത്തില്ല. പ്രോട്ടീൻ പൗഡർ എന്ന് വെച്ചാൽ കൺവീനിയൻറ്റ് വേ ടു ബൂസ്റ്റ് പ്രോട്ടീൻ ഇൻടേക്ക്. പക്ഷേ അത് ഹോൾ ഫുഡിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസും ഹോൾ ഫുഡിൽ നിന്ന് കിട്ടുന്ന ഫൈബറൊന്നും നമുക്ക് അതിലൂടെ കിട്ടത്തില്ല. പ്രോട്ടീൻ പൗഡറും ഹോൾ ഫുഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് വേ ബെറ്റർ. നമ്മുടെ ശരീരത്തെ നല്ലതായിട്ട് ബിൽഡ് ചെയ്യാനും നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനും പറ്റും. അത് ഇച്ചിലൂടെ പറഞ്ഞ ഒരു ഈസിയർ വേ. പ്രോട്ടീൻ പൗഡർ, ക്രിയാറ്റിൻ, ഇങ്ങനത്തെ സപ്ലിമെൻറ്റ്സ് ഒക്കെ ഇറ്റ്സ് മോർ ഈസി ആൻഡ് ഇറ്റ്സ് മോർ എഫിഷ്യൻറ്റ്, ഇറ്റ്സ് മോർ ഹെൽത്തി, ഇറ്റ്സ് മോർ ഈസി. ഇഫ് വി റിലൈ ഓൺലി ഓൺ ഹോൾ ഫുഡ് നമുക്ക് ഇച്ചിരി പാടാണെന്നേ ഉള്ളൂ പിന്നെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിന്. ബട്ട് സൈഡ് എഫക്റ്റ് ഉണ്ട് വെൻ വി ആർ ടേക്കിംഗ് അൺസർട്ടിഫൈഡ് ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് നമ്മൾ എടുക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് പ്രശ്നം വരുന്നത്. നമ്മളതെപ്പോഴും നമ്മളതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കണം, അത് സർട്ടിഫൈഡ് ആണ് എന്ന് നോക്കണം. നമ്മുടെ ഇന്ത്യയിലുള്ളത് കുറച്ചേ ഉള്ളൂ സർട്ടിഫൈഡ് ആയിട്ടുള്ളത് തന്നെ. ബാക്കി മുക്കാലും സർട്ടിഫൈഡ് ആയിട്ടുള്ള പോലും പ്രോട്ടീൻ പൗഡേഴ്സ് അല്ല. നമ്മുടെ പ്രോട്ടീൻ പൗഡേഴ്സ് അല്ല, സപ്ലിമെൻറ്റ്സ് ഒന്നും പകുതിയിൽ കൂടുതലും മുക്കാലും അല്ല പകുതിയിലും സർട്ടിഫൈഡ് ആയിട്ടുള്ളതല്ല. എല്ലാം അൺസർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോട്ടീൻ അല്ലെ സപ്ലിമെൻറ്റ്സ് ആണ് നമ്മുടെ ഇന്ത്യയിൽ കൂടുതലും ഉള്ളത്. ബിഫോർ ടേക്കിംഗ് സപ്ലിമെൻറ്റ്സ് ഡോക്ടറിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സീ ദ ട്രെയിനേഴ്സ്, പ്രൊഫഷണൽ ജിം ട്രെയിനേഴ്സ് ദാറ്റ് ഈസ് വർക്കിംഗ് ഇൻ ദാറ്റ് ജിം. അല്ലെങ്കിൽ അറിയാവുന്ന ഏതും പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന
ജിം ട്രെയിനേഴ്സിനെ കോൺടാക്ട് ചെയ്യുക, അവരോട് ചോദിച്ചിട്ട് മാത്രം പ്രോട്ടീൻ പൗഡർ എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്നുണ്ട്, നമ്മുടെ എയിം വേറൊരു രീതിയിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പ്രോട്ടീൻ പൗഡറിൻ്റെയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പറയുന്ന ക്രിയാറ്റിൻ്റെ ഒന്നും ഒരാവശ്യം. ക്രിയാറ്റിനൊക്കെ നോർമൽ ഒരാൾക്ക് ആവശ്യമേ ഇല്ല. ചുമ്മാ ഒരു ജിമ്മിൽ പോകുന്ന ആൾക്കാണെങ്കിൽ ക്രിയാറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാന്നുള്ള നോർമൽ ഒരാൾക്കാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതിനകത്ത് സ്റ്റെറോയിഡിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല, അങ്ങനത്തെ സാധനങ്ങളെക്കുറിച്ച് ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. കാരണം ദാറ്റ്സ് ഹാംഫുൾ. അത് നമ്മളെ കൊന്നുകളയുന്നത്. വി വിൽ ഹാവ് സൈഡ് എഫക്റ്റ് ഇമ്മീഡിയറ്റ്ലി. ഒരെണ്ണം അടിച്ച് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് സൈഡ് എഫക്ട്സ് ആണ് നമുക്ക് വരുന്നത്. ആൻഡ് ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ മരിച്ചു, അത്രേ ഉള്ളൂ സംഭവിക്കുന്നത്. ആൻഡ് വെൻ വി സ്റ്റോപ്പ് ടേക്കിംഗ് ദോസ് സ്റ്റെറോയിഡ്സ്, നമ്മൾ നേരത്തെ ഇരുന്നതിനേക്കാളും മോശമായിട്ട് ശ്വസിച്ച് പോകും, കീറി വിടും നമ്മളെ. വിത്തൗട്ട് ടേക്കിംഗ് സ്റ്റെറോയിഡ് നമ്മുടെ കാറ്റേ പോകും. അതാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം. അതിൻ്റെ ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് ടേക്ക് പ്രോട്ടീൻ പൗഡേഴ്സ് അല്ലെങ്കിൽ ക്രിയാറ്റിൻ ഇഫ് യു ഹാവ് എ പ്ലാനിങ് ഓൺ ബിൽഡിങ് എ ഗുഡ് ഫിസിക് ഓർ പ്ലാനിങ് ടു ഗോ ഓൺ കോമ്പറ്റീഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകുന്ന താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ സാധനങ്ങൾ കൺസ്യൂം ചെയ്യുക. യു ജസ്റ്റ് ഗോയിങ് ടു ഗെറ്റ് ഫിറ്റ്, നല്ലൊരു ജസ്റ്റ് വണ്ണം കുറയ്ക്കണം, ഫിറ്റായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഡോണ്ട് കൺസ്യൂം ദിസ്. ടേക്ക് പ്രോട്ടീൻ പൗഡർ ബട്ട് ഡോണ്ട് ടേക്ക് ക്രിയാറ്റിൻ ഓർ എനിത്തിങ്. കാരണം നമുക്കത് യൂസ് ഇല്ല നമുക്ക്. സോ think before you consume it. Let's wrap this video up. Hope you guys enjoyed it. Share this with your parents. So നിങ്ങൾക്ക് സപ്ലിമെൻ്റ് എടുക്കണമെങ്കിൽ അതിൻ്റെ പുറലത്തെ റീസൺ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ ഷെയർ ദിസ് വീഡിയോ വിത്ത് ദം. ആൻഡ് till the next video, stay focused, stay fit, pray to God and peace.